പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 118 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗ്രീക്ക് പദം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അക്രൈയോസ് എന്നതാണ്. അക്രൈയോസ് എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രയോജനരഹിതൻ. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ 2 ബൈബിൾ ഭാഗങ്ങളും വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലാണ്. അവിടെ 30 വാക്യത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്: പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. പ്രയോജനരഹിതനായ ആ ഭൃത്യൻ, തോൺ അക്രൈയോൺ ദൂലോൺ, പ്രയോജനരഹിതനായ ദാസൻ. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25 അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു യജമാനൻ യാത്രയ്ക്ക് പുറപ്പെടുന്നതാണ്. പക്ഷേ പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്തു ചെയ്തു? 5 താലന്ത് ഒരുവനെ ഏൽപ്പിച്ചു. രണ്ടാമത്തെ ദാസനെ 2 താലന്ത് ഏൽപ്പിച്ചു. 3-മത്തവനെ 1 താലന്തും ഏൽപ്പിച്ചു. അദ്ദേഹം യാത്രയൊക്കെ പോയി തിരികെ വന്നപ്പോൾ ഈ 3 വിളിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തവൻ വ്യാപാരം ചെയ്ത് 5 കോടി സമ്പാദിച്ച് 10 താലന്ത് യജമാനൻ്റെ പക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, ദാ സന്തോഷമായി, ഞാൻ വ്യാപാരം ചെയ്തു, അങ്ങ് തന്നത് ഇരട്ടിപ്പിച്ചു. 2-മത്തവനും അതുപോലെ തന്നെ 2 4 പക്ഷേ 3-മത്തവൻ കുഴിച്ചിട്ടിരുന്ന ആ താലന്ത് എടുത്തുകൊണ്ട് വന്ന് യജമാനോട് പറഞ്ഞു, അങ്ങ് വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നവനാണ്, അങ്ങ് വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല. അതുകൊണ്ട് കുഴിച്ചിട്ട സംഗതി ഇതാ, അങ്ങ് തന്ന താലന്ത് അതുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ ഒരു വാക്യം നമ്മൾ കാണുന്നത്. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങൾ, താലന്തുകൾ, അത് നമ്മുടെ സമയം, നമ്മുടെ ശക്തി, ശേഷി, ഊർജം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാധ്യതകൾ, സാഹചര്യങ്ങൾ, നമ്മുടെ പഠനം, ഇതൊക്കെ ഇരട്ടിപ്പിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെയല്ലാത്തവരെ ദൈവം വിളിക്കുന്ന വാക്കാണ് അക്രൈയോസ്, പ്രയോജനരഹിതൻ, പ്രയോജനരഹിത, അക്രൈയോസ്. ശരി, 2-മത്തെ ഭാഗം ഏതാ? അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായത്തിൽ 10 വാക്യത്തിലാണ് ഈ പദം കാണുന്നത്. അവിടെ ആരാ അത് പറയുന്നത്? ഒരു ദാസൻ പറയുന്ന അല്ലെങ്കിൽ പറയേണ്ട കാര്യമാണ്. എല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ട് നോക്കുക 10 വാക്യം, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടോ? ദൂളോയി ആക്രയോയി, പ്രയോജനരഹിതരായ ദാസൻ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലൂക്ക 17:7 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, യജമാനൻ ഭക്ഷണത്തിന് വരുമ്പോൾ
ശരിയാണ്, ജോലി ചെയ്ത് വരുന്നവനോട് ഉടനെ ഭക്ഷണം കഴിക്കുന്നതല്ല പറയുന്നത്. യജമാനന് ഭക്ഷണം അവൻ വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എടുത്തു കൊടുക്കണം. യജമാനൻ ഭക്ഷിച്ചതിന് ശേഷം അവൻ കഴിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ അവൻ കടപ്പെട്ടവനാണ്. പക്ഷേ ഈ കടമകളൊക്കെ ഭംഗിയായി ചെയ്തതിന് ശേഷവും അവനുണ്ടാകേണ്ട മനോഭാവം എന്തായിരിക്കണം? ഞാൻ പ്രയോജനരഹിതനായ ദാസനാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഈ ചെയ്തത് ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു, ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. അത് സുന്ദരമായ ഒരു ആത്മവിലയിരുത്തലാണ്, ആത്മവിശകലനത്തിൻ്റെ ഫലമാണ്. ഞാൻ പ്രയോജനരഹിതനായ ദാസനാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഇത് രണ്ടും രണ്ട് ആംഗിളിൽ നിന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്ന് ദൈവം നൽകുന്ന ദാനങ്ങൾ പൂർണ്ണമായും അത് വിനിയോഗിക്കാനും അതിരട്ടിപ്പിക്കാനും ദൈവമഹത്വത്തിനും പൊതുനന്മയ്ക്കുമായി അവയെല്ലാം മാറ്റാനും ഉള്ള ഒരു താല്പര്യം, ഉണർവ്, ശ്രദ്ധ, അധ്വാന മനോഭാവം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അല്ലാത്തവരെ ദൈവം വിളിക്കുന്ന പേരാണ് പ്രയോജനരഹിതരായ ദാസർ. എന്നാൽ നമ്മുടെ ആംഗിളിൽ നിന്ന് എല്ലാം ആത്മാർത്ഥമായി ചെയ്യുകയും ഭംഗിയായി എല്ലാം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മനോഭാവം ഇതായിരിക്കണം: ഞാൻ പ്രയോജനരഹിതനായ ദാസനാണ്, എൻ്റെ കടമ ചെയ്തതേയുള്ളൂ, ഇതിനേക്കാൾ ഭംഗിയായി എനിക്ക് ചെയ്യാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അലംഭാവം പാടില്ല. അലംഭാവം എന്ന് വെച്ചാൽ മതി എന്ന ഭാവം. ഇത്രയുമൊക്കെ മതി എന്ന ഭാവം നമുക്ക് പാടില്ല. അവിടെയാണ് പറയുന്നത്, ഞാൻ പ്രയോജനരഹിതനായ ദാസനാണ്, കടമ ചെയ്തേയുള്ളൂ, ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം, ഞാനതിന് കൂടുതൽ ശ്രദ്ധിക്കും. എത്ര സുന്ദരമായ പദമാണ് അക്രൈയോസ്. നമ്മുടെ അനുദിന ജീവിതത്തിന് എത്ര സഹായകമായ ഒരു വിചിന്തനമാണ് അക്രൈയോസ് വിചിന്തനം. പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമ്മളെ പ്രയോജനമുള്ള ദാസരായി കാണുന്നു, പ്രയോജനമുള്ള മക്കളായി കാണുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉണരാം. എല്ലാം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പൂർണ്ണ തൃപ്തി വരരുത്. പിന്നെയും നമ്മൾ പറയണം, ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസരാണ്, കടമകൾ ചെയ്തതേയുള്ളൂ. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം